സാറേ നീറ്റിന് ഞാൻ എങ്ങനെ റിവൈസ് ചെയ്യാം എന്നെല്ലാവരും ചോദിക്കുകയാണ്. ഇന്ന് നമുക്കതിലൊരു തീരുമാനമാക്കാം. നീറ്റ് പോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ പഠിച്ചാൽ മാത്രം കിട്ടുന്നതാണെങ്കിൽ എല്ലാവർക്കും കിട്ടിയെന്നെ. എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യുന്നിടത്താണ് ഒരു വിന്നർ ഉണ്ടാവുന്നത്. അവർക്കാണ് ഒരു MBBS അഡ്മിഷനും ഒരു സീറ്റിലേക്കൊക്കെ ആ പഠനത്തിൻ്റെ റിസൾട്ട് വരുന്നത്. നമ്മൾ എത്ര പഠിച്ചു എന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്ര തവണ അത് റിവൈസ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിവിഷനാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റുകളിലൊന്ന്. എത്ര സമയമാണ് നമ്മളൊരു ചാപ്റ്ററിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ രണ്ട് രൂപത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഒന്നെങ്കിൽ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബയോളജിയിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ്, ആ ചാപ്റ്റർ ഞാൻ പഠിക്കാൻ എനിക്ക് ഇത്ര ദിവസം വേണം, റിവൈസ് ചെയ്യാൻ അതിന് 5 ദിവസം കൊടുക്കുന്നു അല്ലെങ്കിൽ 3 ദിവസം കൊടുക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇവിടെ രണ്ട് രൂപത്തിലുള്ള മിസ്റ്റേക്കുകളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഗ്രോസ്ലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം, ഒന്നെങ്കിൽ നമ്മൾ ഗ്രോസ്ലി ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാം. ഈ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് പാർക്കിൻസൺസ് ലോ എന്ന് പറയും, എ വർക്ക് എക്സ്പാൻഡ് ടു ദ ടൈം ഗിവൺ ടു ഇറ്റ്. നമ്മൾ ഒരു വർക്കിന് എത്ര സമയമാണോ കൊടുക്കുന്നത്, ആ വർക്ക് അത്ര സമയത്തിനില്ലെങ്കിൽ പോലും അത് അത്രയും സമയം എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് പാർക്കിൻസൺസ് ലോ പറയുന്നത്. അതിന് ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ നമ്മുടെ അസൈൻമെൻറ്റ്സോ സെമിനാറോ ആണ്. അതിൻ്റെ തലേ ദിവസം രാത്രിയാണ് നമ്മൾ ആ കാര്യം ചെയ്യുക. അപ്പോൾ അതിന് ഒരാഴ്ച ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരാഴ്ചയും ഒരു പണിയെടുക്കാതെ അന്ന് തലേ ദിവസം ആ പണിയെടുക്കും. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടുള്ള അസൈൻമെൻ്റ് ആണെങ്കിലോ അതിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മൾ ചെയ്യും. അതായത് വർക്ക് വിൽ എക്സ്പാൻഡ് ദ ടൈം ദറ്റ് വി ഗിവ് ടു ഇറ്റ്. നമ്മളതിന് ഒരു മാസം കൊടുത്ത ഒരു മാസം കൊണ്ട് നമ്മൾ ആ വർക്ക് തീരത്തുള്ളൂ എന്ന് പറയും. അതാണ് പാർക്കിൻസൺസ് ലോ. ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് അണ്ടർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചാപ്റ്ററിന് 5 ദിവസം മതി റിവൈസ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ അതൊരു 8 ദിവസമെങ്കിലും എടുക്കുന്ന ചാപ്റ്റർ ആണെങ്കിൽ ഐ വോണ്ട് ബി ഏബിൾ ടു ഫിനിഷ് ഇറ്റ്. എനിക്കത് തീർക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ സങ്കടത്തിലേക്കും എന്നെക്കൊണ്ടതൊന്നും പറ്റില്ല എന്നും ഞാനൊരു പരാജയമാണെന്നുള്ള ഒരു ഡിപ്രഷനിലേക്ക് പോകും. ആ ഒരു സങ്കടത്തിലേക്ക് പോകുമ്പോൾ ബാക്കി റിവിഷൻസും ബാക്കി പ്ലാനിങ്ങും എല്ലാം നമ്മുടെ താളം തെറ്റും. അപ്പോൾ ഇവിടെ രണ്ടിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഓവർ എസ്റ്റിമേറ്റ് ചെയ്താലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താലും പ്രശ്നമുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഫസ്റ്റ് റീഡിങ് കഴിയുന്നത് എപ്പോഴാണോ അതിനുശേഷം നിങ്ങൾ ആ നോട്ടിലൂടെയോ ടെക്സ്റ്റിലൂടെയോ പോകണം എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയയുടെ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് പ്രോപ്പറായി നോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സെക്കൻഡ് സെറ്റ് ഓഫ് റിവിഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ടൈം അലോക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ റിവിഷൻ പ്ലാൻ ചെയ്യേണ്ടത്? നമ്മുടെ ഫസ്റ്റ് റീഡിങ് എന്താണ്? ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്നായിരിക്കാം പഠിക്കുന്നത്, ഓൺലൈൻ കോച്ചിങ് ആയിരിക്കാം, ഓഫ്ലൈൻ കോച്ചിങ് ആയിരിക്കാം. എവിടെ നിന്നാണോ നമ്മൾ ആ ഇൻഫർമേഷൻ ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്, അതാണ് നമ്മുടെ ഫസ്റ്റ് റീഡിങ്. ഇങ്ങനെയുള്ള ഒരുപാട് ചാപ്റ്ററുകൾ, ടോപ്പിക്കുകൾ നമ്മുടെ ലൈഫിലുണ്ടാകാം. മറ്റു ചിലത് നമ്മൾ ഓൾറെഡി പഠിച്ചവയാണ്, എവിടെയെങ്കിലുമൊക്കെ കണ്ടവയാണ്. ഈ രണ്ടല്ലാതെ വേറെ പോസിബിലിറ്റി ഒന്നും നമുക്കില്ല. ഇത് രണ്ടിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ വായിക്കുന്ന ഒരു കണ്ടൻ്റ് ആണെങ്കിൽ, ടെക്സ്റ്റ് ആകട്ടെ ക്ലാസ് ആകട്ടെ, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ വായിക്കുക. ആ സോഴ്സിൽ നിന്ന് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ബയോളജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ NCERT സബ്ജക്റ്റിന് പുറമെ മറ്റൊരു നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടാകാം, ചില ഫാക്റ്റുകൾ ഉണ്ടാകാം. അതൊക്കെ നമ്മൾ വേറൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ 2 ആസ്പെക്റ്റാണ്. ഒന്ന് ഫാക്ട്സ് ആണ്, ഒന്ന് കൺസെപ്റ്റാണ്. അതായത് ഒരു വിധത്തിൽ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റാതെ റിപ്പീറ്റഡായി പഠിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഓർമ്മിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് ഫാക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ വർഷങ്ങളാകാം, കണ്ടുപിടിച്ച ആളുകളുടെ പേരുകളാകാം, ചില പ്രത്യേക ജീവജാലങ്ങളുടെ പേരുകളാകാം, അങ്ങനെ സ്ഥലങ്ങളാകാം. ഇങ്ങനെ ഒരുപാട് പ്യുവർ ഫാക്ട്സ് ഉണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ലിങ്ക് ചെയ്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല, നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. രണ്ടാമത്തേത് കൺസെപ്റ്റുകളാണ്. കൺസെപ്റ്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കേണ്ടത്. ഫാക്റ്റുകൾ കാണാതെ പഠിച്ചേ പറ്റൂ. എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നവയാണ്. നീറ്റ് പോലെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ പലപ്പോഴും വർഷങ്ങളും ആളുകളുടെ പേരുകളുമാണ് റാങ്കൊക്കെ ഒരു പരിധി വരെ ഡിഫൈൻ ചെയ്യുന്നത്. കാരണം അത് ആളുകൾക്ക് മറന്നു പോകും. അതുകൊണ്ട് അത് വെച്ച് ക്വസ്റ്റ്യൻ ഇട്ടാൽ നമുക്ക് ഒരുപാട് പേര് എന്ത് ചെയ്യാൻ പറ്റും, സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് ആദ്യമായിട്ട് പഠിക്കുന്നു, നമ്മൾ അതിന് വേണ്ടി ഒരു നോട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നോട്ട് ഓർ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ NCERT ഒരു ചാപ്റ്റർ ആണെങ്കിൽ ബയോളജിയുടെ ആ ടെക്സ്റ്റാണ് അതിൻ്റെ നോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. ഈ മെറ്റീരിയലാണ് നിങ്ങളിനി തിരിച്ചു വരേണ്ടത്. നിങ്ങളുടെ NCERTയിലാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നതെങ്കിൽ, നിങ്ങളുടെ NCERTയുടെ സൈഡിലാണ് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുന്നതെങ്കിൽ, ആ ഒരു മെറ്റീരിയലാണ് നിങ്ങളുടെ പ്രൈമറി നോട്ട് എന്ന് പറയുന്നത്. ഈ പ്രൈമറി നോട്ടാണ് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് വായിക്കേണ്ടത്. ആദ്യം ക്ലാസ് കേൾക്കുമ്പോൾ NCERT വായിച്ച്, രണ്ടാമത് റിവൈസ് ചെയ്യുമ്പം വീണ്ടും മറ്റൊരു നോട്ട് വായിച്ച്, മൂന്നാമത് റിവൈസ് ചെയ്യുമ്പോൾ മറ്റൊരു മെറ്റീരിയൽ വായിക്കുന്ന രീതി നമുക്ക് പാടില്ല. ആദ്യമായി പഠിക്കുമ്പോൾ NCERT വായിച്ച്,
രണ്ടാമതായി പഠിക്കുമ്പോൾ വേറൊരു പുസ്തകം വായിച്ച്, മൂന്നാമതായി പഠിക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ നോട്ട് വാങ്ങി വായിച്ച് അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഏതാണോ നിങ്ങൾ ഉപയോഗിച്ച മെറ്റീരിയൽ അത് മാത്രം വീണ്ടും 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 കാണുക എന്നുള്ളതാണ് റിവിഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് റീഡിങ്ങിൻ്റെ മെറ്റീരിയലാണ് നിങ്ങൾ വായിച്ചു നോക്കേണ്ടത്. അതിനാണ് നിങ്ങൾ ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താലുള്ള പ്രശ്നം, ഓവർ എസ്റ്റിമേഷൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളത് വായിക്കുന്നു, ടൈം അലോക്കേറ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ എങ്ങനെ റിവൈസ് ചെയ്യാമെന്ന് നോക്കാം. അവിടെയാണ് ഞാൻ പറഞ്ഞ ഫാക്റ്റും കൺസെപ്റ്റും വരുന്നത്. ഫാക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ പഠിച്ചാൽ നമ്മൾ മറന്നു പോകും. പക്ഷേ നമുക്കത് പഠിക്കുകയും വേണം. പക്ഷേ അവിടെ പഠിക്കുമ്പം വളരെ ഡ്രൈ ആണ്. പ്രത്യേകിച്ച് ഒന്നുമായി കണക്ട് ചെയ്യാൻ പറ്റാത്ത, പ്രത്യേകിച്ച് കൺസെപ്റ്റുകളൊന്നുമില്ലാത്ത, പക്ക നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിലാകെയുള്ള എലമെൻറ്റ് റിപ്പീറ്റഡ് ലേണിംഗ് ആണ്. അതായത് നിങ്ങൾ ഇപ്പം സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫാണ്. അതിൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊരുപാട് കണ്ടുപിടിച്ച ആളുകളുടെ പേര് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പേപ്പറിലാക്കാം, ഒട്ടിച്ചു വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൻ്റെ ഭാഗമാക്കാം. അത് രണ്ട് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കരുത്. എല്ലാം ഒരൊറ്റ പ്ലേസിലേക്ക് ചുരുക്കുക. ആ ഒരു സ്ഥലമാണ് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് കാണേണ്ടത്. ആ ഒരു സ്ഥലമാണ്, ആ ഒരു പുസ്തകമാണ് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് വായിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അവിടെ ആ ഒരു മെറ്റീരിയലിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അവിടെ ഫാക്റ്റുകൾ നിങ്ങൾ ഷീറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണ അത് 50 തവണ വായിച്ച് ഓർമ്മിക്കാൻ ശ്രമിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഓരോ 5 ദിവസവും നിങ്ങളത് വായിക്കുന്നത്. കാരണം ഒരു തവണ 50 തവണ വായിച്ചിട്ട് അതിങ്ങനെ പറഞ്ഞു നോക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുകയും തളർന്നു പോവുകയുമാണ് ഉണ്ടാവുക. അതിന് പകരം ഫാക്റ്റുകളെ എത്രയും പെട്ടെന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് അതിനെ റിപ്പീറ്റഡായിട്ട് കാണുക എന്നുള്ളതാണ്. ഒരേ ദിവസം 10 തവണ വായിക്കുന്നതിലും നല്ലതാണ് 10 ദിവസം ഒരു പ്രാവശ്യം വായിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അങ്ങനെ ചെയ്താൽ ഫാക്റ്റുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അതാണ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. രണ്ടാമത്തെ എന്താണ്, കൺസെപ്റ്റ്സ് ആണ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ആണ്, അല്ലെങ്കിൽ റെസ്പിറേഷൻ ആണ്, ബയോടെക്നോളജിയാണ്. അവിടെയൊക്കെ ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. എനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ഫാക്ട്സ് ആയിരിക്കാം. അപ്പോൾ കൺസെപ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ സമയം നിങ്ങളുടെ കൺസെപ്റ്റുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. കൺസെപ്റ്റുകളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ മനസ്സിലാക്കിയാൽ പിന്നീട് അത് മറക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം 1-2 തവണ തന്നെ അത് വായിച്ചിട്ട് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. ആ കൺസെപ്റ്റിലെ കീ വേർഡ്സാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. അതായത് 100 വരിയുള്ള ഒരു ചാപ്റ്ററിൽ, 100 ലൈനുള്ള ഒരു ചാപ്റ്ററിൽ 30 ഫാക്ട്സും അല്ലെങ്കിൽ ബാക്കി 70 ലൈൻസും കൺസെപ്റ്റ് ആണെങ്കിൽ ആ 30 ഫാക്റ്റുകൾ നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അത് നിങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തിന്, അതിനെ പരിചയപ്പെടാൻ. കാരണം നിങ്ങളുടെ ബ്രെയിൻ അപ്പോൾ മാത്രമേ അത് ഓർമ്മയുണ്ടാവുള്ളൂ. ബാക്കി 70 വരികളെ നിങ്ങൾക്കൊരു 30-40 വരിയായി എന്ത് ചെയ്യണം, ചുരുക്കാൻ പറ്റണം. കാരണം നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുതാക്കി കൊണ്ടുവരണം. ചെറുതാക്കി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അനാവശ്യമായ വാക്കുകളൊക്കെ നമുക്ക് പോകാം. ഈസ്, വാസ്, ദിസ്, ദാറ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് വായിക്കുമ്പോൾ അതിനെ ചെറുതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ മെയിൻ പോയിൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോടെക്നോളജിയിൽ നമുക്ക് ജനറ്റിക് ഇൻസുലിൻ വരുന്ന സമയത്ത് അവിടെ കമ്പനിയുടെ പേര് എല്ലിയാണ്. കമ്പനി ഉണ്ടാക്കുന്നത് ഇൻസുലിനാണ്. അതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇൻസുലിന് 2 ചെയിനുണ്ട്, എ ചെയിനുണ്ട്, ബി ചെയിനുണ്ട്, ഒരു എക്സ്ട്രാ ചെയിനുണ്ട്, സി പെപ്റ്റൈഡ്. ഇതൊരു ചിത്രമാക്കി നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങളൊക്കെ 1, 2, 3 വരികളാണ്. ഇത്രയും മതി. ആ എൻ്റയർ പാരഗ്രാഫിനെ നമുക്ക് ഇങ്ങനെ എന്താക്കാൻ പറ്റും, ചുരുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റീഡിങ്ങിൽ നിങ്ങൾക്കൊരു സോഴ്സ് വേണം. ആ സോഴ്സിലേക്കാണ് നിങ്ങളെപ്പോഴും പോകേണ്ടത്. രണ്ടാമത്തേത്, ആ സോഴ്സിനെ നിങ്ങൾ കൺസൈസ് ആക്കണം. അത് ഒന്നെങ്കിൽ അവിടെ തന്നെ അല്ലെങ്കിൽ മറ്റൊരു നോട്ടിൽ. അങ്ങനെയാണെങ്കിൽ ആ മറ്റൊരു നോട്ടാണ് നിങ്ങൾ വായിക്കേണ്ടത്. മൂന്നാമത്, നിങ്ങൾ വായിച്ച സോഴ്സിൽ ഫാക്റ്റ് ഉണ്ടാകും, കൺസെപ്റ്റ് ഉണ്ടാകും. ഫാക്റ്റിനെ സെഗ്രിഗേറ്റ് ചെയ്ത് ക്രോഡീകരിച്ച് മറ്റൊരു പേപ്പറിലേക്കോ ഒരു പുസ്തകത്തിലേക്കോ മാറ്റി വെക്കണം. അത് നിങ്ങളുടെ റിവിഷൻ്റെ ഭാഗമാക്കണം. 10 തവണ ഒരു ദിവസം വായിക്കുന്നതിലും നല്ലത് 10 ദിവസം ഒരു തവണ വായിക്കുന്നതാണ്. നാലാമത്തേത് കൺസെപ്റ്റുകളാണ്. പഠിക്കുന്ന ദിവസം കൺസെപ്റ്റുകൾക്ക് നിങ്ങൾ കൂടുതൽ സമയം നൽകുക. എന്നിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് കൺസെപ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വായിക്കാൻ എളുപ്പം. ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ അടിവരയിട്ടോ അല്ലെങ്കിൽ ഒരു കീ വേർഡ്സ് മാർക്ക് ചെയ്തോ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, സാറേ എനിക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അതെന്താണെന്നുള്ളത്. നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പുതിയ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പുതിയ ചാപ്റ്ററിന് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ റിവൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത സമയവും നഷ്ടപ്പെട്ടു. ഇനി നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഫ്രഷ് പോലെ തോന്നും. നിങ്ങൾ കൂടുതൽ സമയം എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് നീറ്റിനുള്ളത് 80 ചാപ്റ്റേഴ്സാണ് അല്ലേ. നമുക്ക് വേണ്ടത് 720 ആണ് നമ്മുടെ ഏറ്റവും മാക്സിമം അറ്റൈനബിൾ സ്കോർ എന്ന് പറയുന്നത്. ആ 80 ചാപ്റ്റർ അത് നമുക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, പരീക്ഷയുടെ അവസാനത്തെ 1 മാസം നമുക്കത് റിവൈസ് ചെയ്യാൻ പറ്റണം.
പരീക്ഷയുടെ 2 ആഴ്ചകൾക്ക് മുന്നേ നമുക്കത് റിവൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ നോട്ടിനെ കൺസൈസ് ആക്കണമെന്നും എത്രമാത്രം നിങ്ങൾ ഒരേ സോഴ്സിനെ തന്നെ റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കണം എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നിങ്ങൾ അടിപൊളി നോട്ടുകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്കത് അവസാനത്തെ 1 വീക്ക് അല്ലെങ്കിൽ അവസാനത്തെ 2 വീക്കിൽ റിവൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം പോലും നിങ്ങൾ പഠിക്കരുത്, നിങ്ങൾ എഴുതി വെക്കരുത്. കാരണം കൂടുതൽ നോട്ടുണ്ടാക്കുന്നതിലല്ല കാര്യം, ആ എഴുതിയ സാധനം, പഠിച്ച സാധനം റിവൈസ് ചെയ്ത് ഓർമ്മിച്ച് വെക്കുന്നതിലാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ എന്ത് ചെയ്യുക, മടിയൊക്കെ കളഞ്ഞ് റിവിഷന് വേണ്ടി ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചോദിക്കാവുന്നതാണ്, ഞങ്ങളുടെ ടീം അതിന് റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഞാനെപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇനി വേറെ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.